ഹലോ, ഈ ഒരു ലെസണിൽ നമ്മൾ ലിസ്റ്റിന്റെ കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെറിയൊരു മാർക്ക് ലിസ്റ്റ് സ്റ്റുഡന്റിന്റെ വാങ്ങിച്ചിട്ട് അതിൽ എത്ര സബ്ജക്റ്റിൽ ഫെയിലായി എന്ന് കണ്ടുപിടിക്കാനും അതുപോലെ ഈ മാർക്കുകളുടെ ആവറേജ് കണ്ടുപിടിക്കാനും ഉള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. ഞാനിവിടെ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നമ്മുടെ ആപ്പ് ഇൻവെന്ററിന്റെ സ്ക്രീൻ റെഡിയാണ്. ആദ്യം നമുക്ക് പെട്ടെന്നൊരു ലേ ഔട്ട് ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അറേഞ്ച്മെന്റ് ആണ് എടുക്കാൻ പോകുന്നത്. ലേ ഔട്ടിൽ പോയിട്ട് ഒരു വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് ഇവിടെ ഇടാം. ഓക്കെ, എന്നിട്ട് ഹൈറ്റ് ഫിൽ പാരന്റ് കൊടുക്കുന്നു, വിഡ്ത്തും ഫിൽ പാരന്റ് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ വെർട്ടിക്കൽ അറേഞ്ച്മെന്റിനകത്ത് ഞാൻ ഒരു ടേബിൾ അറേഞ്ച്മെന്റ് എന്നുള്ള ഒരെണ്ണുണ്ട്, അത് ഇവിടെ പ്ലേസ് ചെയ്യാണ്. അപ്പൊ ഒരു ടേബിൾ ആയിട്ട് നമുക്ക് ഡേറ്റ അറേഞ്ച് ചെയ്യാനാണ് ടേബിൾ അറേഞ്ച്മെന്റ്. ഇതിൽ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും നമുക്ക് ഇവിടെ എത്ര വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഞാൻ 2 കോളംസും 5 റോസും ഉള്ള മാതിരിയാണ് ചെയ്യാൻ പോകുന്നത്, 5 സബ്ജക്ട്സിന്റെ മാർക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ടേബിൾ അറേഞ്ച്മെന്റിന്റെ വിഡ്ത്ത് നമ്മൾ ഫിൽ പാരന്റ് ആക്കി കൊടുക്കുക, ഹൈറ്റ് ഫിൽ പാരന്റ് ആക്കണ്ട. ഓക്കെ, ഇനി യൂസർ ഇന്റർഫേസിൽ പോയിട്ട് 2 കോളമും 5 റോയും, ഓക്കെ 5 റോ എന്നാക്കണേ. എന്നിട്ട് 5 ടെക്സ്റ്റ് ബോക്സ് ഇടുക. ടെക്സ്റ്റ് ബോക്സ് നമ്മുടെ മാർക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നിടുക ടെക്സ്റ്റ് ബോക്സ്. ടെക്സ്റ്റ് ബോക്സ് 1 2 3 4 5 ടെക്സ്റ്റ് ബോക്സസും അതുപോലെ തന്നെ ലേബൽസ്. ഓക്കെ, ലേബൽ 1 ഇതിനകത്ത്, ഓക്കെ ലേബൽ 1, ലേബൽ 2, ലേബൽ 3, ലേബൽ 4, ലേബൽ 5. എന്നിട്ട് ഇപ്പൊ ടെക്സ്റ്റ് ബോക്സും ലേബൽസും റെഡിയായി. ഈ ടെക്സ്റ്റ് ബോക്സസിന് ലേബൽസിന് നമുക്ക് പേര് കൊടുക്കാവുന്നതാണ്. പേര് കൊടുത്ത് അപ്പുറത്ത് കോഡ് ചെയ്യുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇപ്പൊ തൽക്കാലം ഞാൻ പേര് കൊടുക്കുന്നില്ല, കാരണം ലേബൽ 1 ലേബൽ 2 എന്നുള്ളത് നമ്മൾ കോഡിൽ ഈ ആപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് 1 to 5 യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും 1 to 5 അത് ഓർഡറിലായത് കാരണം ഇപ്പൊ ഞാൻ തൽക്കാലം പേര് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഒരു ബട്ടൺ വേണം. ഓക്കെ, ഒരു സബ്മിറ്റ് ബട്ടൺ ഇവിടെ വെക്കണം. ഓൾറൈറ്റ്, അതിനുശേഷം നമുക്കൊരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റും കൂടെ അതിന് തൊട്ട് താഴെ ഇടാം. ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ് ഇവിടെ ഇട്ടിട്ട് ആ ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റിന്റെ വിഡ്ത്ത് ഫിൽ പാരന്റ് ആക്കി വെക്കാം. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ഫോർ ബട്ടൺ 1ലേക്ക് തിരിച്ചു വന്നിട്ട് ആ ബട്ടൺ 1ന്റെ പേര് സബ്മിറ്റ് ബട്ടൺ എന്നാക്കാം. ഓക്കെ, എന്നിട്ട് അതിന്റെ ടെക്സ്റ്റ് സബ്മിറ്റ് എന്നാക്കാം. ഓക്കെ, അപ്പൊ മാർക്ക് എൻറ്റർ ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഹൊറിസോണ്ടൽ ലേ ഔട്ടിനകത്ത് നമുക്ക് കുറച്ച് ലേബൽസ് ആഡ് ചെയ്യണം. യൂസർ ഇന്റർഫേസിൽ വന്നിട്ട് ഒരു ലേബൽ ഇവിടെ, ഓക്കെ അതിന്റെ കൂടെ തന്നെ ഒരു ലേബൽ. അപ്പൊ ലേബൽ 6 എന്നുള്ള ലേബലിന് ഞാൻ ഫെയിൽ ലേബൽ എന്നാക്കുകയാണേ. ഫെയിൽ അല്ല, ഫെയിൽഡ് ലേബൽ. ഓക്കെ, എന്നിട്ട് ലേബൽ 7 ഞാൻ ഫെയിൽ കൗണ്ട് ലേബൽ എന്നാക്കണം. ഓക്കെ, ഫെയിൽ കൗണ്ട് ലേബൽ. ഓക്കെ, അപ്പൊ ഇത് ഫെയിൽ ലേബൽ ടെക്സ്റ്റ് മാറ്റിയിട്ട് ഫെയിൽഡ് എന്നാക്കിയിട്ട് ഇങ്ങനെ ഒരു കോളൻ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഫെയിൽഡ് സബ്ജക്ട് എത്രയാണെന്ന് കാണിക്കാനുള്ള ഒരു ലേബൽ. എന്നിട്ട് ഇവിടെ ആക്ച്വൽ നമ്മൾ എത്ര സബ്ജക്റ്റിൽ ഫെയിലായി എന്നുള്ളത് ഡിസ്പ്ലേ ആക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഫെയിൽ കൗണ്ട് ലേബലിന്റെ ടെക്സ്റ്റ് ഇപ്പൊ തൽക്കാലത്തേക്ക് കളയുകയാണ്. ഓക്കെ, അതെനിക്ക് ഇപ്പൊ ആവശ്യമില്ല, അത് ഞാൻ കോഡിലൂടെ കണ്ടുപിടിച്ചിട്ട് വേണം എനിക്കിവിടെ ഡിസ്പ്ലേ ആക്കാൻ. അതുപോലെ തന്നെ ഒരു ലേബലും കൂടെ അതിന്റെ തൊട്ട് അപ്പുറത്ത് ആഡ് ചെയ്യാണ് ഞാൻ. ഓക്കെ, ലേബൽ 6 എന്ന് പറഞ്ഞിട്ട് കുറച്ച് താഴേക്ക് വന്നിട്ട് അതിന്റെ പേര് റീനെയിം ചെയ്തിട്ട് AVG ആവറേജ് എന്നുള്ള അർത്ഥത്തിൽ ആവറേജ് ലേബൽ എന്നാക്കുകയാണ്. എന്നിട്ട് അതിന്റെ ടെക്സ്റ്റ് മാറ്റിയിട്ട് ആവറേജ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട അങ്ങനെ കൊടുക്കാം. ആവറേജ് എന്ന് കൊടുക്കാം. എന്നിട്ട് അതിനും ഒരു എക്സ്ട്രാ ലേബൽ ഇവിടെ ആക്ച്വൽ ആവറേജ് എത്രയാണെന്ന് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ പേര് മാറ്റിയിട്ട് ആക്ച്വൽ ആവറേജ് അതിന്റെ പേര് നമുക്ക് ആക്ച്വൽ ആവറേജ് ലേബൽ എന്ന് കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് ഫോർ ലേബൽ 6 നമുക്ക് ഡിലീറ്റ് ചെയ്ത്
കളയാം. അപ്പൊ ഒന്നും അവിടെ വരില്ല. നമ്മുടെ ആക്ച്വൽ ആവറേജ് ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്ഥലമാണ്. ഇപ്പൊ നമ്മുടെ ലേ ഔട്ട് റെഡിയായി. ഇനി നമുക്ക് പ്രോഗ്രാം എഴുതാൻ തുടങ്ങാം. ഈ ഒരു ആപ്പ് 2 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ പാർട്ട് നമ്മൾ പ്രോഗ്രാമിംഗിലെ ലിസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ എത്ര പേര് ഫെയിലായി എന്ന് മാത്രം കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ ആ മാർക്ക് ലിസ്റ്റ് ഈ ടെക്സ്റ്റ് ബോക്സ് നിന്ന് എടുക്കുന്നതല്ല. അപ്പൊ ആദ്യത്തെ പാർട്ട് നമ്മൾ എഴുതുമ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സുകളുടെ ആവശ്യം നമുക്കില്ല. യൂസറോട് നമ്മൾ എൻട്രി ചെയ്യാൻ പറയുന്നില്ല. രണ്ടാമത്തെ പാർട്ടിലെ ആ ഭാഗം നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ആവറേജും നമ്മൾ ആദ്യത്തെ പാർട്ടിൽ കണ്ടുപിടിക്കുന്നില്ല. ഓക്കെ, അപ്പോ ഇത്രയും മനസ്സിൽ വെച്ചിട്ട് നമുക്ക് കോഡ് എഴുതാൻ തുടങ്ങാം. നമ്മൾ നേരെ ബ്ലോക്കിലോട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബോക്സുകളും ലേബലുകളും എല്ലാം കാണാൻ സാധിക്കും. അപ്പൊ ഈ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പോകുന്നത്, നമ്മുടെ മാർക്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺസ്ട്രക്റ്റ് ആണ് പ്രോഗ്രാമിംഗിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. മുന്നേ നമ്മൾ സ്ക്രാച്ചിൽ വേരിയബിൾസ് എന്താന്ന് പഠിച്ചു അല്ലെ. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്കോർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരേ സമയത്ത് ഈ സ്കോറിൽ ഒരൊറ്റ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സ്കോർ ആദ്യം 0 ആയിരിക്കും, പിന്നെ 1 ആകും, പിന്നെ 2 ആകും, പിന്നെ 100 ആകാം. ഓക്കെ, ഇപ്പൊ സ്കോറിൽ അറ്റ് എ ടൈം നമ്മൾ ആ സ്കോർ എന്നുള്ള പേരിൽ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷെ ലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നമുക്ക് 6 എലമെന്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ 6 മാർക്സും ഒരുമിച്ച് മാർക്ക് ലിസ്റ്റ് എന്നുള്ള ഒരു പേരിൽ സ്റ്റോർ ചെയ്യാം. 100 എലമെന്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ 100 എണ്ണം സ്റ്റോർ ചെയ്യാം. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാം നമുക്ക് എത്ര ലെങ്ത് ഉള്ള ലിസ്റ്റ് ആണ് വേണ്ടതെന്ന്. നമ്മുടെ റിയൽ ലൈഫിന് തന്നെ നിങ്ങൾക്ക് ലിസ്റ്റിന്റെ ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ പറ്റും. മാർക്ക് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ്, ഷോപ്പിംഗ് ലിസ്റ്റ്. ഷോപ്പിംഗ് ലിസ്റ്റിൽ കുറേ ഐറ്റംസ് ഉണ്ടാവും. എത്ര ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലെ. പക്ഷെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. ആദ്യത്തെ ഐറ്റം, രണ്ടാമത്തെ ഐറ്റം, മൂന്നാമത്തെ ഐറ്റം, ഇങ്ങനെ ആ ഐറ്റത്തിനൊക്കെ ഒരു ഓർഡറും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് പ്രോഗ്രാമിംഗിലും ആദ്യത്തെ ഐറ്റം, രണ്ടാമത്തെ ഐറ്റം, ഇങ്ങനെ ഒരു ഓർഡറും ഉണ്ടാവും. അപ്പൊ നമുക്കിത് കാണാം, എന്നിട്ട് പോകെ പോകെ നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് വേരിയബിൾസിൽ വന്നിട്ട് ഓക്കെ ഇനീഷ്യലൈസ് ഗ്ലോബൽ നെയിം എന്നുള്ളത് മാറ്റിയിട്ട് മാർക്ക് ലിസ്റ്റ് എന്നാക്കണം. ഓക്കെ, ഇപ്പൊ ഗ്ലോബൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം ഒരു മാർക്ക് ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യാൻ വേണം. കാരണം ഞാൻ ഇവിടെ ഒരു ലിസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് ഓക്കെ മേക്ക് എ ലിസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്ത് ഇവിടെ ഇടാം. ഓക്കെ, ഈ ലിസ്റ്റിൽ നോക്കൂ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്രിയേറ്റ് ആൻ എംപ്റ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് പോലും ഇല്ലാത്തൊരു ലിസ്റ്റ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. അതായത് നമ്മൾ ആദ്യം സ്കോർ ഈക്വൽ ടു 0 എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രാച്ചിൽ ഇനീഷ്യലൈസ് ചെയ്തിരുന്നില്ല. അതുപോലെ തന്നെ ഒരു എലമെന്റും ഇല്ലാത്ത ലിസ്റ്റ് പിന്നീട് നമുക്ക് പ്രോഗ്രാം പോകെ പോകെ നമുക്ക് എലമെന്റ്സ് ആഡ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ. ഇപ്പൊ നമ്മൾ ഇവിടെ മാർക്ക് ലിസ്റ്റ് ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ മേക്ക് എ ലിസ്റ്റ് എന്നുണ്ട്. ഇനി ലിസ്റ്റിലേക്ക് നമുക്ക് 2 എലമെന്റ്സ് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് മാത്തിൽ പോയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു എലമെന്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിവിടെ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യാം. അപ്പം മേക്ക് എ ലിസ്റ്റ്, അതിൽ ആദ്യത്തെ എലമെന്റ് 0 ആണ്. ഈ 0 മാറ്റിയിട്ട് ഞാനൊരു മാർക്ക് ഇടാണ്, 90 എന്ന് ഇടാം. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ മാർക്ക് 90. എന്നിട്ട് ഇത് ഇവിടെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. നമുക്ക് വീണ്ടും പോയിട്ട് അവിടെ നിന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇവിടെ ഇടാം. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ മാർക്ക് ഒരു 70 എന്ന് വെക്കാം. ഓക്കെ, ഇനി കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഒരു ഐക്കൺ കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ നോക്കൂ 2 ഐറ്റം ലിസ്റ്റിനകത്ത് കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ലിസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത്. അതിനകത്ത് ഐറ്റം 1, ഐറ്റം 2 ഉണ്ട്. ഇനി എനിക്ക് ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നോക്കൂ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടാൽ ഇവിടെ ഒരു സോക്കറ്റ് പോലെ ഒരു ഇതും കൂടെ വന്നു അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഇതിങ്ങനെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, അവിടെ പ്ലേസ് ചെയ്യുന്നു, എന്നിട്ടൊരു 40 കൊടുക്കാം. ഫെയിൽ മാർക്കാണ്. ഓക്കെ, നമുക്ക് അങ്ങനെ നമുക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ട്? 5 സബ്ജക്റ്റ് ഉണ്ട്. അപ്പം 5 മാർക്ക് ഇടാം. ഓക്കെ, 40യിൽ മാത്രം ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 68 കൊടുക്കാം. പിന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടെ ചെയ്തിട്ട് ഫെയിൽ കൊടുക്കാം അല്ലെ, 35 കൊടുക്കാം. അപ്പം 2 സബ്ജക്റ്റില് ഫെയില്, 3 സബ്ജക്റ്റില് പാസ്ഡ് ആണ് ഇപ്പം. ഓക്കെ, ഇപ്പൊ മാർക്ക് ലിസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ഫെയിൽ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ഇനീഷ്യലൈസ് ഗ്ലോബൽ നെയിം 2 എന്നുള്ളതിന് പകരം ഫെയിൽ കൗണ്ട് എന്നാക്കാം. ഓക്കെ, ഫെയിൽ കൗണ്ട് ടു ആദ്യം അത്
0 ആണ്. നമ്മൾ സ്കോർ സെറ്റ് ചെയ്യുന്ന അതേ കോൺസെപ്റ്റ് തന്നെ. ഓക്കെ, സ്കോറിന് പകരം നമുക്ക് സ്കോറിന് പേര് കൊടുക്കാം, ഫെയിൽ കൗണ്ട് എന്ന് പേര് കൊടുക്കാം, കൗണ്ട് എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യം അത് 0 ആണ്. എന്നിട്ട് തോറ്റവരുടെ എണ്ണം കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഈ ഫെയിൽ കൗണ്ട് എത്രയാണ് വാല്യൂ എന്ന് സെറ്റ് ചെയ്യാൻ. അപ്പൊ ഇനീഷ്യലി ഫെയിൽ കൗണ്ട് 0 ആണ്. ഇനീഷ്യലി നമ്മൾ ഒരു മാർക്ക് ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനീഷ്യലി ഫെയിൽ കൗണ്ട് 0 ആണ്. ഇനീഷ്യലി നമ്മളൊരു മാർക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇതിന്റെ പാർട്ട് 2 വരുമ്പോൾ ഈ മാർക്ക് ലിസ്റ്റ് നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിൽ യൂസർ മൊബൈലിലൂടെ എൻ്റർ ചെയ്യും. അതിന്ന് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഒരു ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാണ് നമ്മൾ പാർട്ട് 2 ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ അതാണ് ലിസ്റ്റ്. ഇനി ലിസ്റ്റിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കോഡിങ്ങിലോട്ട് പോവാം. ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഈ ലിസ്റ്റിലെ ഓരോ എലമെന്റിനും ഒരു പൊസിഷൻ ഉണ്ട്. അതായത് ഈ 90 എന്നുള്ളത് ഫസ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന ഒരു എലമെന്റ് ആണ്, 70 എന്നുള്ളത് സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ് ആണ്, 40 എന്നുള്ളത് തേർഡ് പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ് ആണ്. അങ്ങനെ എല്ലാ എലമെന്റിനും പൊസിഷൻ ഉണ്ട്. അതായത് നമ്മുടെ ക്ലാസ്സിലെ റോൾ നമ്പർ കോൺസെപ്റ്റ് പോലെ. ഓക്കെ, എല്ലാവരുടെയും പേര് എഴുതി വെച്ചാൽ ആദ്യം അഭിലാഷിന്റെ റോൾ നമ്പർ 1, ആര്യയാണെങ്കിൽ റോൾ നമ്പർ 2, പിന്നെ ബി വെച്ചിട്ട് ബീനയാണെങ്കിൽ റോൾ നമ്പർ 3, ഇങ്ങനെ 1 2 3 4 എന്നുള്ള ഒരു ഓർഡർ ഉണ്ടാവും അല്ലെ. അപ്പോൾ അതുപോലെ തന്നെ അത് ആൽഫബറ്റിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് റൂമിൽ. പക്ഷെ ലിസ്റ്റിൽ അങ്ങനെയൊന്നുമില്ല. ലിസ്റ്റിൽ എവിടെയാണോ ഏത് വാല്യൂ ആണോ നമ്മൾ ആദ്യം ആഡ് ചെയ്തത്, 90 ആണ് നമ്മൾ ആദ്യം ആഡ് ചെയ്തത്, മുന്നിൽ കിടക്കുന്ന വാല്യൂ ആരാണ്, അതാണ് 1. സെക്കൻഡ് കിടക്കുന്ന വാല്യൂ സെക്കൻഡ് ഇൻഡെക്സിലുള്ള ആള്. ഓക്കെ, അങ്ങനെയാണ് ഇൻഡെക്സിന്റെ കോൺസെപ്റ്റ്. ഇത് നമുക്ക് ലിസ്റ്റിൽ നിന്ന് എലമെന്റ്സ് എടുക്കാനും അതിലോട്ട് എലമെന്റ്സ് ആഡ് ചെയ്യാനും അല്ല ഈ ഇൻഡെക്സിന്റെ കോൺസെപ്റ്റ് സഹായിക്കും. നമുക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും. മനസ്സിൽ ഓർത്ത് വെക്കുക, ഇൻഡെക്സ് ആണ് ലിസ്റ്റിന്റെ പൊസിഷൻ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്ക്രീൻ 1 പോയിട്ട് വെൻ സ്ക്രീൻ 1 ഇനീഷ്യലൈസ് എന്നുള്ളത് ഇവിടെ താഴെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, സ്ക്രീൻ 1 ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ എത്ര സബ്ജക്റ്റിൽ ഫെയിലായി എന്നുള്ള ഒരു കൗണ്ട് ഡിസ്പ്ലേ ചെയ്യണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇപ്പൊ ഈ എത്ര സബ്ജക്റ്റിൽ ഫെയിൽ ആയി എന്നുള്ള കൗണ്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോർ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. ലൂപ്സിനെ പറ്റി നമ്മൾ സ്ക്രാച്ചിൽ പഠിച്ചിട്ടുണ്ട്. ഫോർ എവർ, റിപ്പീറ്റ്, റിപ്പീറ്റ് 10 ടൈംസ്, റിപ്പീറ്റ് 20 ടൈംസ്, ഇങ്ങനെയെല്ലാം നമ്മൾ ഒരേ ബ്ലോക്ക് ഓഫ് കോഡ് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്സ് ഉപയോഗിച്ചിരുന്നത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് MIT ആപ്പ് ഇൻവെന്ററിലും അല്ലെങ്കിൽ പൈത്തണിലും നമ്മൾ ലൂപ്സ് ഉപയോഗിക്കുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതെന്താന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇവിടെ കൺട്രോളിൽ വന്നിട്ട് പല പല ലൂപ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഫോർ ഈച്ച് നമ്പർ ഫ്രം 1 to 5/1, ഫോർ ഈച്ച് ഐറ്റം ഇൻ ലിസ്റ്റ്, ഫോർ ഈച്ച് കീ വിത്ത് വാല്യൂ ഇൻ ഡിക്ഷണറി, ഇങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. നമുക്ക് ഈ ഫോർ ഈച്ച് നമ്പർ ഫ്രം 1 to 5/1 എന്നുള്ളത് എടുക്കാം. എന്നിട്ട് നമ്പർ മാറ്റിയിട്ട് ഞാൻ ഇൻഡെക്സ് എന്നാക്കാൻ പോവാണ്. ഇതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ആക്കുന്നതാണ്. വേറെ അതിന് പ്രശ്നമൊന്നുമില്ല. നമ്പർ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പേര് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പൊ ഈ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഈ ഇൻഡെക്സ് എന്നുള്ളത് ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ്. ഓക്കെ, ഇൻഡെക്സിന്റെ വാല്യൂ ആദ്യം 1 ആയിരിക്കും, പിന്നെ 2 ആയിരിക്കും, പിന്നെ 3 ആയിരിക്കും, പിന്നെ 4 ആയിരിക്കും, പിന്നെ 5 ആയിരിക്കും. അവിടെ അത് നിൽക്കും. അതാണ് ഈ ഫ്രം 2 എന്നുള്ള രണ്ട് വാല്യൂസ് സൂചിപ്പിക്കുന്നത്. ഫ്രം എന്ന് പറഞ്ഞാൽ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 5ൽ അവസാനിക്കണം. ഓക്കെ, 1 2 3 4 5ൽ അവസാനിക്കണം. 5 പ്രാവശ്യം ഈ ലൂപ്പ് കറങ്ങണമെന്നർത്ഥം. ഈ ബൈ 1 എന്ന് കൊടുക്കുന്നതിനർത്ഥം ഓരോ പ്രാവശ്യം 1 വെച്ച് കൂടണം. അതായത് 1 2 3 4 5 ഇങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്. അതായത് ഞാനിപ്പോൾ ഇവിടെ 2 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ഫോർ ഈച്ച് ഇൻഡെക്സ് ഫ്രം 1 to 5/2 എന്ന് പറഞ്ഞാൽ 1 പിന്നെ 2 അല്ല ഇൻഡെക്സിന്റെ അടുത്ത വാല്യൂ ഉണ്ടാവുക. ഒരു പൊസിഷൻ വിട്ടിട്ട് 3 ആണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഒരു പൊസിഷൻ വിട്ടിട്ട് 5 ആണ് ഉണ്ടാവുക. അപ്പൊ 3 പ്രാവശ്യമേ ഇൻ എഫക്ട് ലൂപ്പ് കറങ്ങുള്ളൂ. ഓക്കെ, അപ്പൊ അതൊരു സ്റ്റെപ്പ് സൈസ് ആണ്. ഇൻഡെക്സിന്റെ വാല്യൂ 1 5 മുതൽ പോകണം. പക്ഷെ ഓരോ പ്രാവശ്യം 2 വെച്ച് കൂടണം. ഓക്കെ, അപ്പൊ വലത്തിൽ 3 പ്രാവശ്യമേ കറങ്ങുള്ളൂ. ഇപ്പൊ 1 to 10 കൊടുത്തു വിചാരിക്കുക ഇവിടെ. ഓക്കെ, 1 to 10 കൊടുത്ത് ബൈ 3 എന്ന് കൊടുത്താൽ 1, പിന്നെ 2ഉം 3ഉം ഇല്ല, 4, പിന്നെ 5ഉം 6ഉം ഇല്ല, 7 8ഉം 9ഉം ഇല്ല, 10. അപ്പൊ 4 പ്രാവശ്യം ലൂപ്പ് കറങ്ങുള്ളൂ. അപ്പൊ ഇതാണ് ഇങ്ങനെ ഫോർ ഈച്ച് ഇൻഡെക്സ് ഫ്രം 1 to 10 ബൈ എന്ന് കൊടുക്കുന്നതിന്റെ അർത്ഥം. അപ്പൊ 1 to 5/1 തന്നെ ഞാൻ ആക്കാൻ പോവാണ്. നമുക്ക് അതാണ് വേണ്ടത്. അതായത് 1 മുതൽ 5 വരെ ഈ ലൂപ്പ് കറങ്ങണം. നമ്മുടെ എലമെന്റ്സ് 5 എണ്ണമാണ്. അതുകൊണ്ടാണ് ഞാൻ 5 വരെ എന്ന് കൊടുക്കുന്നത്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ 5 പ്രാവശ്യം ലൂപ്പ് കറങ്ങുമ്പോൾ ഈ 5 പ്രാവശ്യം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നും കൂടെ എഴുതിയിട്ട് പറയാം. ഈ ലൂപ്പിനകത്ത് ഞാനൊരു സിമ്പിൾ ഈഫ് ദെൻ ഇടാൻ പോവാണ്. ഈഫ് ദെൻ. ഓക്കെ, ഈഫ് ദെൻ എന്നുള്ളത് ഇവിടെ ഇട്ടു. അതായത് ഓരോ പ്രാവശ്യം ലൂപ്പ് കറങ്ങുമ്പോഴും ഈ ഈഫ് ദെൻ വർക്ക് ആവണം. എന്നിട്ട് കൺട്രോളിൽ വന്നിട്ട് മാത്തിൽ വന്നിട്ട് ഇവിടെ
ലെസ് ദാൻ എന്നൊക്കെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതെടുത്ത് ഇവിടെ ഇടും. എന്നിട്ട് ഇത് ലെസ് ദാൻ ആക്കും. ഓക്കെ, ഇഫ് സംതിങ് ഈസ് ലെസ് ദാൻ സംതിങ് എന്നുള്ള അർത്ഥം. ഈ സംതിങ്ങിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, ഓക്കെ, ലിസ്റ്റിൽ പോയിട്ട് സെലക്ട് ലിസ്റ്റ് ഐറ്റം. ഓക്കെ, ഇത് ഞാൻ പുറത്തിട്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ലിസ്റ്റ് ഏതാണ് ഇവിടെ ഇങ്ങനെ വെച്ചാൽ നമ്മുടെ ലിസ്റ്റിന്റെ പേര് കിട്ടും. അത് ഇവിടെ ഇടാം. ഗെറ്റ് മാർക്ക് ലിസ്റ്റ്, അതായത് സെലക്ട് ഐറ്റം ഫ്രം ലിസ്റ്റ്. ഏത് ലിസ്റ്റ്? മാർക്ക് ലിസ്റ്റ്. ഏത് ഐറ്റം ആണ്? ഇൻഡെക്സിലുള്ള ഐറ്റം. ഏത് ഇൻഡെക്സിലുള്ള ഐറ്റം ആണ്? അത് നമ്മുടെ ഈ ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഗെറ്റ് ഇൻഡെക്സ് എന്നുള്ളത് ഇവിടെ ഇടാം. ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇടാം. ഇനി ഞാനിവിടെ മാത്തിനകത്ത് പോയിട്ട് 0 എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ട് 50 എന്നാക്കാൻ പോകും. ഇപ്പൊ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് 5 പ്രാവശ്യം ഈ ലൂപ്പ് കറങ്ങും. ഓരോ പ്രാവശ്യം കറങ്ങുമ്പോഴും ഈ ഇഫിനകത്ത് വരും. എന്നിട്ട് എന്ത് ചെയ്യും? സെലക്ട് ലിസ്റ്റ് ഐറ്റം ഫ്രം ലിസ്റ്റ്. ഓക്കെ, മാർക്ക് ലിസ്റ്റ് ഒരു ഐറ്റം സെലക്ട് ചെയ്യണം. ഏത് ഐറ്റം? ഇന്ന ഇൻഡെക്സിലുള്ള ഐറ്റം. ഏത് ഇൻഡെക്സിലുള്ള ഐറ്റം? ആ ഇൻഡെക്സ് നമുക്ക് തരിക ഈ ഗെറ്റ് ഇൻഡെക്സ് ആണ്. ഗെറ്റ് ഇൻഡെക്സ് പറഞ്ഞാല് ഈ വേരിയബിളിന്റെ വാല്യൂ ആണ്. ഈ വേരിയബിളിന്റെ വാല്യൂ ആദ്യത്തെ പ്രാവശ്യം 1 ആയിരിക്കും, പിന്നത്തെ പ്രാവശ്യം 2 ആയിരിക്കും, പിന്നത്തെ പ്രാവശ്യം 3 ആയിരിക്കും, 4 ആയിരിക്കും, 5 ആയിരിക്കും. 5 പ്രാവശ്യം ലൂപ്പ് കറങ്ങുമ്പോഴും ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന്റെ വാല്യൂ മാറുന്ന ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഓരോ പ്രാവശ്യവും ആദ്യം നമ്മൾ ഇതേ ലിസ്റ്റിലെ ഫസ്റ്റ് എലമെന്റ് സെലക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് ലെസ് ദാൻ 50 ആണോ നോക്കും. രണ്ടാമത്തെ പ്രാവശ്യം ലൂപ്പ് കറങ്ങുമ്പോൾ ഇൻഡെക്സിന്റെ വാല്യൂ എന്താ ഉണ്ടാവും? 2 ആയി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതേ ലിസ്റ്റിൽ നിന്ന് തന്നെ, മാർക്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ സെക്കൻഡ് എലമെന്റ് ചൂസ് ചെയ്യും. എന്നിട്ട് അത് ലെസ് ദാൻ 50 ആണോ നോക്കും. മൂന്നാമത്തെ പ്രാവശ്യം ഇൻഡെക്സിന്റെ വാല്യൂ 3 ആയി ഉണ്ടാവും. മൂന്നാമത്തെ ഐറ്റം സെലക്ട് ചെയ്യും, വിച്ച് ഇസ് 40. അത് ലെസ് ദാൻ 50 ആണോ നോക്കും. നാലാമത്തെ പ്രാവശ്യം ഇൻഡെക്സിന്റെ വാല്യൂ 4 ആയി ഉണ്ടാവും. ലിസ്റ്റിൽ നാലാമത്തെ ഐറ്റം ഏതാണ്? 68. ഇത് സെലക്ട് ആവും. അത് ലെസ് ദാൻ 50 ആണോ നോക്കും. അങ്ങനെ 5 പ്രാവശ്യം വരുമ്പോൾ 5 പ്രാവശ്യം ഇഫ് മാർക്ക് ലിസ്റ്റിലെ ആ പെർട്ടിക്കുലർ ഫസ്റ്റ് ഇൻഡെക്സിലെ, സെക്കൻഡ് ഇൻഡെക്സിലെ, തേർഡ് ഇൻഡെക്സിലെ, ഫോർത്ത് ഇൻഡെക്സിലെ, അങ്ങനെ ഓരോ ഇൻഡെക്സിലെ ഐറ്റവും ലെസ് ദാൻ 50 ആണോ നോക്കും. എന്നിട്ട് ലെസ് ദാൻ 50 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഫെയിൽ കൗണ്ട് 1 വെച്ച് കൂട്ടിയാൽ മതി. അത് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാം. ഇനീഷ്യലൈസ് ഗ്ലോബൽ ഫെയിൽ കൗണ്ട് 0 എന്നുണ്ടല്ലോ, അവിടെ നിന്ന് ഇവിടെ സെറ്റ് ഗ്ലോബൽ ഫെയിൽ കൗണ്ട്, ഇത് ഇങ്ങനെ നമുക്ക് ഡ്രോപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. സെറ്റ് ഗ്ലോബൽ ഫെയിൽ കൗണ്ട് ടു. ഓക്കെ, എന്നിട്ട് മാത്തിൽ വന്നിട്ട് പ്ലസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ഇന്ന് ഇതെടുത്ത് ഗെറ്റ് ഗ്ലോബൽ ഫെയിൽ കൗണ്ട് ഇവിടെ ഇടാം. ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് വീണ്ടും മാത്തിൽ പോയിട്ട് ഈ 0 ഇവിടെ ഇട്ടിട്ട് ഇത് 1 ആക്കാം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ സെറ്റ് ഗ്ലോബൽ ഫെയിൽ കൗണ്ട്, ഇനീഷ്യലി ഗ്ലോബൽ ഫെയിൽ കൗണ്ട് വാല്യൂ 0 ആണ്. ഇവിടെ വരുമ്പോ സെറ്റ് ഗ്ലോബൽ ഫെയിൽ കൗണ്ട് ടു ഓൾറെഡി ഉള്ള ഗ്ലോബൽ ഫെയിൽ കൗണ്ട് വാല്യൂ പ്ലസ് ഒരു 1 ആഡ് ചെയ്യാം. നോക്കി, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാത്തമാറ്റിക്കൽ ബ്ലോക്ക്. അപ്പൊ ഓരോ പ്രാവശ്യവും ഈ മാർക്ക് ലിസ്റ്റിൽ ഇന്ന ഇൻഡെക്സിലുള്ള വാല്യൂ ലെസ് ദാൻ 50 ആകുമ്പോൾ ഈ നമ്മുടെ ഫെയിൽ കൗണ്ട് 1 വെച്ച് കൂടും. ഇത് ഇങ്ങനെ ഈ ലൂപ്പിൽ ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുമ്പോൾ 5 പ്രാവശ്യം ഈ ലൂപ്പ് ഇങ്ങനെ മാർക്ക് ലിസ്റ്റിൽ കൂടെ ഇങ്ങനെ പോയി നമ്മുടെ ഫെയിൽ കൗണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ലൂപ്പ് തീരുമ്പോഴേക്കും നമ്മുടെ ഫെയിൽ കൗണ്ടിൽ കറക്റ്റ് എത്ര പേര് എത്ര സബ്ജക്റ്റിൽ ഫെയിൽ ആയി എന്നുള്ള ഒരു കൗണ്ട് വരും. ഇനി നമുക്കിത് ഡിസ്പ്ലേ ചെയ്താൽ മതി. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാ? നമ്മളുടെ ലേബലിന്റെ പേരെന്താണ്? ഫെയിൽ കൗണ്ട് ലേബൽ ആണ്. ഫെയിൽ കൗണ്ട് ലേബലിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ഫെയിൽ കൗണ്ട് ലേബൽ ഡോട്ട് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഓക്കെ, അത് ലൂപ്പിന് പുറത്തിടണം. അതായത് ലൂപ്പ് മുഴുവൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ. ഓക്കെ, ലൂപ്പിനകത്ത് ഇടരുത്. അപ്പൊ ഓരോ പ്രാവശ്യം അത് മാറും. എല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് മൊത്തം എത്ര ഫെയിൽ ആയി എന്നുള്ള വാല്യൂ കിട്ടുക. സെറ്റ് ഫെയിൽ കൗണ്ട് ലേബൽ ഡോട്ട് ടെക്സ്റ്റ് എന്താണ് വാല്യൂ ഇടുക? നമ്മളുടെ ഈ ഗെറ്റ് ഫെയിൽ കൗണ്ട്. ഓക്കെ, ഗ്ലോബൽ ഫെയിൽ കൗണ്ട്. അപ്പോഴേക്ക് ഈ ഫെയിൽ കൗണ്ടിന്റെ വാല്യൂ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ കണക്റ്റിൽ വന്നിട്ട് A2 കമ്പാനിയനിൽ വന്നിട്ട് ഫെയിൽഡ് 2 എന്ന് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു സബ്ജക്റ്റും കൂടെ ഫെയിൽഡ് ആക്കുകയാണ്. ഇപ്പൊ 90 മാറ്റി 0 ആക്കുകയാണെങ്കിൽ ഞാൻ റിഫ്രഷ് കമ്പാനിയൻ കൊടുത്താൽ ഫെയിൽഡ് 3 ആയിട്ട് വരുന്നുണ്ട്.
ഇപ്പൊ ലിസ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലിസ്റ്റിൽ കുറെ എലമെന്റ്സ് ഉണ്ടാവും, ഓരോ എലമെന്റ്സിനും ഓരോ ഇൻഡെക്സ് ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ഫോർ ലൂപ്പ് ഇട്ടിട്ട് ഫോർ ഇൻഡെക്സ് ഇൻ 1 to 5 1 to എത്രയാണോ ലെങ്ത് ഓഫ് ദ ലിസ്റ്റ് അത് വരയ്ക്കും നമുക്ക് ഇങ്ങനെ ലൂപ്പ് ചെയ്ത് പോകാവുന്നതാണ്. നമുക്ക് ഈ എലമെന്റ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള മാതിരി ഇഫ് കണ്ടീഷൻ ഒക്കെ അതിനകത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേറെയും ഫോർ ലൂപ്സ് ഉണ്ട്. ഇപ്പൊ കൺട്രോളിൽ വന്നാൽ ഫോർ ഈച്ച് ഐറ്റം ഇൻ ലിസ്റ്റ് എന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ലിസ്റ്റിന്റെ പേര് നമ്മൾ കൊടുത്താൽ ഈ ഐറ്റത്തിൽ എന്ത് വരും, ഈ ലിസ്റ്റിലെ എലമെന്റ് നേരിട്ട് വരും. അത് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. ഇതേ പ്രോഗ്രാം തന്നെ, ഇത് കുറച്ച് ഞാൻ വളഞ്ഞ് എഴുതിയതേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ. നോക്കൂ, ഫോർ ഈച്ച് ഐറ്റം ഇൻ മാർക്ക് ലിസ്റ്റ് എന്ന് നേരിട്ട് കൊടുത്താൽ ഐറ്റത്തിൽ ആദ്യം 90 വരും, പിന്നെ 70 വരും, പിന്നെ 40 വരും, 68 വരും, 35 വരും, അങ്ങനെ വരും. ഐറ്റത്തിൽ തന്നെ നമുക്ക് വാല്യൂ കിട്ടും. ഫോർ ഈച്ച് ഇൻഡെക്സ് എന്ന് വരുമ്പോൾ ഇവിടെ ഇൻഡെക്സ് ആണ് വരിക. ഓക്കെ, പൊസിഷൻ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കൊടുക്കേണ്ടി വന്നത്. അപ്പൊ ഇങ്ങനെ കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് ഫെയിൽ കൗണ്ട് കണ്ടുപിടിക്കാനുള്ള പ്രോജക്റ്റ് തനിയെ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് പാർട്ട് 2 കടക്കാം. ഇനി നമുക്ക് പാർട്ട് 2 ചെയ്യാം ഇതുപോലെ തന്നെ. പക്ഷെ യൂസറിന്റെ കയ്യിൽ നിന്ന് ടെക്സ്റ്റ് ബോക്സിലെ ഇൻപുട്ടുകൾ വാങ്ങിച്ചിട്ട് അതിന്നൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലിസ്റ്റിൽ എത്ര സബ്ജക്റ്റിൽ ഫെയിൽ ആയി എന്ന് കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ ഈ മാർക്കുകളുടെ ആവറേജ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രോജക്റ്റ് ഇപ്പൊ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഇതിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടാണ് ഞാൻ പുതിയ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് MIT ആപ്പ് ഇൻവെന്ററിൽ ഒരു കാര്യം ചെയ്യാം. പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ചെക്ക് പോയിന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഓക്കെ, ചെക്ക് പോയിന്റിന്റെ നെയിം മാർക്ക് ലിസ്റ്റ് ചെക്ക് പോയിന്റ് 1 എന്നോ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് പാർട്ട് 1 എന്ന് കൊടുക്കാം. ഓക്കെ, പാർട്ട് 1 എന്ന പേരിൽ ഒരു ചെക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്താൽ ഈ പ്രോജക്റ്റ് അവിടെ സേവ് ആവും. ഓക്കെ, ഇപ്പൊ ഞാൻ പ്രോജക്റ്റിലോട്ട് പോയാൽ മൈ പ്രോജക്ട്സിലേക്ക് പോയാൽ ഇപ്പൊ നോക്കൂ, മാർക്ക് ലിസ്റ്റ് പാർട്ട് 1 എന്നും മാർക്ക് ലിസ്റ്റ് എന്നും 2 പ്രോജക്റ്റ് ഉണ്ട്. ഓക്കെ, ഒരേ പ്രോജക്റ്റിന്റെ 2 കോപ്പി. അപ്പൊ ഞാൻ ഈ മാർക്ക് ലിസ്റ്റിൽ ഇനി എഡിറ്റ് ചെയ്താലും എന്റെ പഴയ കോഡ് ഈ മാർക്ക് ലിസ്റ്റ് പാർട്ട് 1 കിടക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും മെസ്സപ്പ് ചെയ്തിട്ട് എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ അണ്ടു ഒന്നും ചെയ്തിട്ട് പോകണ്ട. നമുക്ക് ഈ പാർട്ട് 1 എടുത്തിട്ട് നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യുക, അത് നോക്കി എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ഉപകാരപ്പെടും. നമ്മൾ പാർട്ടായിട്ട് വലിയൊരു ആപ്പൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ഓഫ് ഫീച്ചർ വരുത്താൻ പോവുകയാണെങ്കിൽ നമുക്ക് പഴയതെല്ലാം നഷ്ടപ്പെടാണ്ട് അല്ലെങ്കിൽ അത് മെസ്സപ്പ് ചെയ്യാണ്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഒരു ചെക്ക് പോയിന്റ് ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിനി മാർക്ക് ലിസ്റ്റിൽ തന്നെ പോയിട്ട് ഈ മാർക്ക് ലിസ്റ്റിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. മാർക്ക് ലിസ്റ്റ് പാർട്ട് 1 അവിടെ കിടക്കട്ടെ. ഓക്കെ, നമ്മുടെ ചെക്ക് പോയിന്റ് അവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇനീഷ്യലൈസ് ഗ്ലോബൽ ഫെയിൽ കൗണ്ട് ടു 0 അങ്ങനെ തന്നെ വേണം. ഫെയിൽ കൗണ്ട് എന്നുള്ള വേരിയബിളിലാണ് നമ്മൾ നമ്മളുടെ ഫെയിൽഡ് സബ്ജക്ട്സിന്റെ നമ്പർ വെക്കാൻ പോകുന്നത്. മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മാർക്ക് ലിസ്റ്റ് നമുക്ക് വേണ്ട, അത് ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഒരുപാട് മാറ്റം വരുത്താനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോഡ് ബ്ലോക്ക് മുഴുവനായിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, മാറ്റം വരുത്തി നമുക്ക് കൺഫ്യൂഷൻ ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഗ്ലോബൽ ഫെയിൽ കൗണ്ട് 0 ആക്കി വെച്ചു. ഇനി മാർക്ക് ലിസ്റ്റിന് പകരം ഞാൻ ഒരു TB ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പോകണം. എന്തിനാന്ന് ഞാൻ പറയാം. ഓക്കെ, ഒരു പുതിയ ലിസ്റ്റ്. ഇപ്പൊ ഞാനൊരു TB ലിസ്റ്റ്, ഈ TB ലിസ്റ്റ് എന്താന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബോക്സുകൾ വെച്ചിട്ട് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് 5 ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ഈ 5 ടെക്സ്റ്റ് ബോക്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അതെങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് നമുക്ക് കാണാം. അപ്പോ TB ലിസ്റ്റ് എന്നിട്ട് സാധാരണ മുന്നേ ചെയ്ത പോലെ തന്നെ മേലെ വന്നിട്ട് മേക്ക് എ ലിസ്റ്റ്. ഓക്കെ, എന്നിട്ട് 5 എലമെന്റ്സ് ആഡ് ചെയ്യണം. അപ്പൊ 1 2 3 4 5 എലമെന്റ്സ്. ഈ എലമെന്റ്സ് എന്തായിരിക്കും? ടെക്സ്റ്റ് ബോക്സസ് ആയിരിക്കും. നമ്മുടെ മാർക്കുകളല്ല നമ്മൾ ഇവിടെ എൻട്രി ചെയ്യാൻ പോകുന്നത്, ടെക്സ്റ്റ് ബോക്സുകളാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് 1 ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ വന്നാൽ ഇവിടെ നോക്കൂ, ടെക്സ്റ്റ് ബോക്സ് 1 എന്ന് മാത്രം പറഞ്ഞിട്ട് ഒരു ബ്ലോക്ക് ഉണ്ട്, അതെടുത്ത് ഇവിടെ ഇടും. ഓക്കെ, അപ്പൊ ആദ്യത്തെ എലമെന്റ് ആരാണ്? ടെക്സ്റ്റ് ബോക്സ് 1. ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇട്ടിട്ട് ടെക്സ്റ്റ് ബോക്സ് 2 എന്നാക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബോക്സ് 4 ടെക്സ്റ്റ് ബോക്സ് 5. ഓക്കെ, അപ്പൊ 1 2 3 4 5 5 ടെക്സ്റ്റ് ബോക്സ് വെച്ചിട്ട് ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി. ഇനി നമുക്കൊരു മാർക്ക് ലിസ്റ്റും വേണം. അതിന് വീണ്ടും വേരിയബിളിൽ പോയിട്ട് ഇനീഷ്യലൈസ് ഗ്ലോബൽ മാർക്ക് ലിസ്റ്റ്, നമ്മുടെ മാർക്ക് വരാനുള്ള ഒരു ലിസ്റ്റ്. നമ്മൾ ഇവിടെ പ്രോഗ്രാമിൽ മാർക്സ് ആഡ് ചെയ്യല്ല ചെയ്യുന്നത്. യൂസർ എന്ത് മാർക്ക് ടെക്സ്റ്റ് ബോക്സ് വഴി എൻ്റർ ചെയ്യുന്നോ അതാണ് നമുക്ക് മാർക്ക് ലിസ്റ്റിൽ വരേണ്ട മാർക്സ്. അപ്പൊ തൽക്കാലം നമ്മൾ ഈ മാർക്ക് ലിസ്റ്റിന് ലിസ്റ്റിൽ പോയിട്ട് ക്രിയേറ്റ് എംപ്റ്റി ലിസ്റ്റ് എന്ന് ആക്കുക. അതായത് ജസ്റ്റ് ഇനീഷ്യലി
അതായത് ജസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ ഫെയിൽ കൗണ്ട് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. മാർക്ക് ലിസ്റ്റ് നമുക്ക് ഇപ്പൊ അറിയില്ല എന്താണ് മാർക്ക് ലിസ്റ്റ്, അപ്പൊ ഒരു എംപ്റ്റി ലിസ്റ്റ് ആക്കിയിട്ടും വെച്ചു. ഈ ലിസ്റ്റിലോട്ട് നമ്മൾ ഇനി എലമെന്റ്സ് ആഡ് ചെയ്യേണ്ടതുണ്ട്, യൂസർ എന്ത് ഇൻപുട്ട് ചെയ്യുന്നു എന്നതനുസരിച്ച്. അതെങ്ങനെയാ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, നമ്മൾ കുറച്ച് ഇവിടെ താഴെ വന്നാൽ സബ്മിറ്റ് എന്നൊരു ബട്ടൺ, നമുക്ക് ഡിസൈനിൽ തിരിച്ചു പോയിട്ട് ഒന്നും കൂടെ ഒന്ന് ഓർമ്മിക്കാം. ഓക്കെ, ഇവിടെ സബ്മിറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. അതായത് ഒരു യൂസർ ഈ ആപ്പ് തുറക്കുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ 5 മാർക്ക് എൻ്റർ ചെയ്തിട്ട് ആള് സബ്മിറ്റ് അടിക്കും. സബ്മിറ്റ് അടിക്കുമ്പോഴാണ് ഈ ഫെയിൽഡ് നമ്പറും ആവറേജും ഇവിടെ വരേണ്ടത്. അപ്പൊ യൂസർ സബ്മിറ്റ് അടിക്കുമ്പോഴാണ് നമ്മുടെ ആക്ഷൻസ് എല്ലാം നടക്കേണ്ടത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ബ്ലോക്സിൽ പോയിട്ട് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട്, എവിടെയാ നമ്മുടെ സബ്മിറ്റ് ബട്ടൺ, വെൻ സബ്മിറ്റ് ബട്ടൺ ഡോട്ട് ക്ലിക്ക്, അതായത് യൂസർ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോഴാണ് നമ്മുടെ എല്ലാം സംഭവിക്കേണ്ടത്. ഓക്കെ, മുന്നത്തെ എക്സാമ്പിൾ നമ്മൾ സ്ക്രീൻ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ എന്നാണ് ചെയ്തത്, കാരണം അതിൽ ബട്ടൺസോ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്ക്രീൻ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫെയിൽഡ് കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ഒരു മാർക്ക് ലിസ്റ്റ് പോലും ഇല്ല, അല്ലെ? അപ്പൊ യൂസർ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോഡ് ഞാൻ എഴുതിയിട്ട് എന്താ എന്ന് പറയാം. യൂസർ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോഡ് ഞാൻ എഴുതാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. കൺട്രോളിൽ പോയിട്ട് ഫോർ ഈച്ച് നമ്പർ 1 to 5 by 1, ഓക്കെ, 1 മുതൽ 5 വരെ by 1 ഫോർ ഈച്ച് നമ്പർ, റൈറ്റ്? ഇത് വേണമെങ്കിൽ ഇൻഡെക്സ് എന്നാക്കാം, പക്ഷെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ലിസ്റ്റിൽ പോയിട്ട് ഇൻസേർട്ട് ഐറ്റം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇൻസേർട്ട്, ഓക്കെ, ഐറ്റം ടു ലിസ്റ്റ്. ഏത് ലിസ്റ്റിലോട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്? മാർക്ക് ലിസ്റ്റ്. ഓക്കെ, മാർക്ക് ലിസ്റ്റിലോട്ട് ഐറ്റംസ് ഇൻസേർട്ട് ചെയ്യാം. എവിടെ ഇൻസേർട്ട് ചെയ്യണം? ഓരോ ഇൻഡെക്സിലായിട്ട് ഇൻസേർട്ട് ചെയ്യണം. ആദ്യം 1ാമത്തെ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം, 2ാമത്തെ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം, 3ാമത്തെ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം. അപ്പം ഗെറ്റ് നമ്പർ എന്നുള്ളത് ഇവിടെ കൊടുക്കുക. അതായത് 1 2 3 4 5 എന്നുള്ളതാണ്. ഓക്കെ, ഓരോ പ്രാവശ്യം അത് വരും. മാർക്ക് ലിസ്റ്റിൽ ഇൻസേർട്ട് ആയിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് എന്താണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് കൊടുക്കണം. അത് നമ്മുടെ കയ്യിലില്ല, അല്ലെ? അപ്പൊ ഇൻസേർട്ട് ഇന്ന ലിസ്റ്റിൽ ഇന്ന ഇൻഡെക്സിൽ ഇന്ന ഐറ്റം ഇൻസേർട്ട് ചെയ്യണം. എന്ത് ഐറ്റമാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ടെക്സ്റ്റ് ബോക്സിന്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല്, എനി കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, എനി കമ്പോണന്റില് എനി ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട്, ഓക്കെ, ഇതില് ടെക്സ്റ്റ് ബോക്സ് ഡോട്ട് ടെക്സ്റ്റ് എന്നുണ്ടാവും. ഓക്കെ, എവിടെയാണത്? ടെക്സ്റ്റ് ബോക്സ് ഡോട്ട് ടെക്സ്റ്റ്. ഓക്കെ, എന്താന്ന് ഞാൻ പറയാം. ടെക്സ്റ്റ് ബോക്സ് ഡോട്ട് ടെക്സ്റ്റ് ഇവിടെ ഇടാം. ഓഫ് കമ്പോണന്റ്, ഓക്കെ, എന്നിട്ട് കമ്പോണന്റ് ലിസ്റ്റിൽ വന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. സെലക്ട് ഐറ്റം ഫ്രം ലിസ്റ്റ്, ഓക്കെ, TB ലിസ്റ്റ്, എന്നിട്ട് അതിന്റെ ഇൻഡെക്സും ഈ നമ്പറും. കൺഫ്യൂഷൻ ആവണ്ട, എന്താന്ന് ഞാൻ പറയാം. ഓക്കെ, ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, നമ്പറിന്റെ വാല്യൂ നിങ്ങൾ ആലോചിക്കണം. ആദ്യത്തെ പ്രാവശ്യം ലൂപ്പ് കറങ്ങുമ്പോൾ 1, 2ാമത്തെ പ്രാവശ്യം കറങ്ങുമ്പോൾ 2 3 4 5 ഇങ്ങനെയാണ് നമ്പറിന്റെ വാല്യൂ ഓരോ പ്രാവശ്യം ഈ ലൂപ്പിൽ വരിക. ഓക്കെ, ഇനി ഈ ലൂപ്പിനകത്ത് നമ്മൾ ഒരു ലിസ്റ്റിലോട്ട് ഇങ്ങനെ എലമെന്റ്സ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഏത് ലിസ്റ്റിലോട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്? ഈ മാർക്ക് ലിസ്റ്റിലോട്ടാണ്. നമ്മുടെ മാർക്ക് ലിസ്റ്റ് ഇനീഷ്യലി എംപ്റ്റി ആണ്. നമ്മളിപ്പോൾ അതിലോട്ട് എലമെന്റ്സ് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഏത് ഓർഡറിലാണ് ആഡ് ചെയ്യുന്നത്? ഈ നമ്പറിന്റെ ബേസിലാണ് ആഡ് ചെയ്യുന്നത്. നമ്പർ ആദ്യം 1 ആയിരിക്കും, അതായത് ഫസ്റ്റ് പൊസിഷനിൽ ആഡ് ചെയ്യും. നമ്പർ പിന്നെ 2 ആയിരിക്കും, സെക്കൻഡ് പൊസിഷനിൽ ആഡ് ചെയ്യും. 3rd പൊസിഷനിൽ, 4th പൊസിഷനിൽ, 5th പൊസിഷനിൽ ആഡ് ചെയ്യും. എന്താണ് ആഡ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ഇതിവിടെ മാറിക്കിടക്കട്ടെ. ഓക്കെ, നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ ആദ്യത്തെ എലമെന്റ് ആരായിരിക്കണം? നമ്മളുടെ ഡിസൈനറിൽ പോയിട്ട് ഈ ടെക്സ്റ്റ് ബോക്സ് 1ൽ എന്ത് ടെക്സ്റ്റ് ആണോ യൂസർ ടൈപ്പ് ചെയ്യുന്നത് അതായിരിക്കണം നമ്മുടെ മാർക്ക് ലിസ്റ്റിലെ ആദ്യത്തെ എലമെന്റ്. അതായത് ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ടെക്സ്റ്റ്. നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സ് 1ൽ ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ഹൈറ്റ്, ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ, അതുപോലെ ടെക്സ്റ്റ് ബോക്സ് 1 ഡോട്ട് ടെക്സ്റ്റ് അതായിരിക്കണം നമ്മുടെ മാർക്ക് ലിസ്റ്റിലെ ആദ്യത്തെ മാർക്ക്, അല്ലെ? സെക്കൻഡ് മാർക്ക് എന്തായിരിക്കണം? നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് 2ൽ കെമിസ്ട്രിയിൽ എൻ്റർ ചെയ്യുമല്ലോ, ടെക്സ്റ്റ് ബോക്സ് 2 ഡോട്ട് ടെക്സ്റ്റ് ആയിരിക്കണം. മാർക്ക് ലിസ്റ്റിൽ 3ാമത് എൻ്റർ ചെയ്യുന്ന മാർക്ക് ഏതായിരിക്കണം? ഇവിടെ യൂസർ എന്താണോ എൻ്റർ ചെയ്തത് ടെക്സ്റ്റ് ബോക്സ് 3 ഡോട്ട് ടെക്സ്റ്റിൽ എന്താണോ വരുന്നത് അതായിരിക്കണം. അതുപോലെ ഇവിടെ
ടെക്സ്റ്റ് ബോക്സ് 4.ടെക്സ്റ്റിൽ എന്താണോ അതായിരിക്കണം നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ നാലാമതായിട്ട് ആഡ് ചെയ്യേണ്ടത്. അവസാനമായിട്ട് മലയാളത്തിന്റെ മാർക്ക്, അതായത് ടെക്സ്റ്റ് ബോക്സ് 5.ടെക്സ്റ്റ് ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. പക്ഷെ ഇതിങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കുന്നതിന് പകരം ഞാൻ എല്ലാ ടെക്സ്റ്റ് ബോക്സുകളും കൂടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പറയുകയാണ്, എനി കമ്പോണന്റിനകത്ത് വന്നാൽ നമുക്ക് എനി ബട്ടൺ, എനി ഹൊറിസോണ്ടൽ അറേഞ്ച്മെന്റ്, എനി ലേബൽ, അതുപോലെ തന്നെ എനി ടെക്സ്റ്റ് ബോക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഏത് ടെക്സ്റ്റ് ബോക്സിന്റെ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബോക്സിന്റെ ടെക്സ്റ്റ്, പക്ഷെ ഈ ടെക്സ്റ്റ് ബോക്സ് ഇന്ന സ്ഥലത്ത് നിന്ന് എടുത്തതായിരിക്കണം. ഓഫ് കമ്പോണന്റ്, സെലക്ട് ഐറ്റം ഫ്രം ലിസ്റ്റ്, ഗെറ്റ് ഗ്ലോബൽ, TB ലിസ്റ്റ്. അതായത് നമ്മുടെ TB ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബോക്സുകളുടെ ലിസ്റ്റ് ആണ്. അവിടെ നിന്ന് ഓരോ ടെക്സ്റ്റ് ബോക്സ് ആയിട്ട് എടുക്കും. ഓക്കെ, അതായത് ഗെറ്റ് നമ്പർ വെറുതെ അല്ല കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ഇൻഡെക്സ് ആണ് ഇത് അല്ലെ. അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ ആരാ ഉള്ളത്? ടെക്സ്റ്റ് ബോക്സ് 1. അപ്പൊ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് 1 വരും. എന്നിട്ട് ടെക്സ്റ്റ് ബോക്സ് 1.ടെക്സ്റ്റില് ഉള്ള ടെക്സ്റ്റ് നമ്മുടെ ആദ്യത്തെ മാർക്കായിട്ട് ആഡ് ചെയ്യും. അതായത് യൂസർ 90 ടെക്സ്റ്റ് ബോക്സ് 1 എൻട്രി ആണെങ്കിൽ അത് മാർക്ക് ലിസ്റ്റിലോട്ട് ഫസ്റ്റ് പൊസിഷനിലേക്ക് ആഡ് ആക്കും. ഓക്കെ, നമ്മൾ നേരത്തെ ചുമ്മാ 90 ആദ്യം ടൈപ്പ് ചെയ്ത പോലെ അതേ ലോജിക്ക് തന്നെ. പക്ഷെ യൂസർ അവിടെ എൻറ്റർ ചെയ്യുമ്പോൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബോക്സുകളിലെ 5 ടെക്സ്റ്റ് ബോക്സുകളിലെയും ഓരോ വാല്യൂ ആയിട്ട് ഈ ലൂപ്പിൽ എടുത്തിട്ട് മാർക്ക് ലിസ്റ്റിൽ കറക്റ്റ് പൊസിഷനിൽ ഇങ്ങനെ ആഡ് ചെയ്യും. ഓക്കെ, 1 2 3 4 5. അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ടെക്സ്റ്റ് ബോക്സ് ഡോട്ട് ടെക്സ്റ്റ് ഓഫ് കമ്പോണന്റിനെ പറ്റിയിട്ട് ഒന്നും കൂടെ പറയാം. നമ്മൾ ടെക്സ്റ്റ് ബോക്സ് 1.ടെക്സ്റ്റ്, ടെക്സ്റ്റ് ബോക്സ് 2.ടെക്സ്റ്റ്, 3.ടെക്സ്റ്റ് ഇങ്ങനെ ഓരോന്നായി എടുത്ത് മാർക്ക് ലിസ്റ്റിലെ ഫസ്റ്റ് ഇൻഡെക്സിലും സെക്കൻഡ് ഇൻഡെക്സിലും ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ എനി ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഓക്കെ, ഈ എനി ടെക്സ്റ്റ് ബോക്സ് ഓഫ് കമ്പോണന്റ് എന്നുള്ളത് ഏത് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ലിസ്റ്റ് കൊടുത്തു? നമ്മുടെ TB ലിസ്റ്റ്, നമ്മളിവിടെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ഇവിടെ ഏത് ഇൻഡെക്സ് ആണോ അതേ ഇൻഡെക്സിൽ ഇവിടെയും കൊടുക്കാം. ഓക്കെ, അതായത് ടെക്സ്റ്റ് ബോക്സ് 1 ഫിസിക്സിന്റെ മാർക്കാ വരാം. മാർക്ക് ലിസ്റ്റിൽ ഫസ്റ്റ് പൊസിഷനിൽ നമ്മുടെ ഫിസിക്സിന്റെ മാർക്ക് ഇരിക്കും. ടെക്സ്റ്റ് ബോക്സ് 2 അതായത് ഗെറ്റ് നമ്പർ ഓഫ് 2 കൊടുക്കുമ്പോൾ കെമിസ്ട്രിയുടെ മാർക്കായിരിക്കും. മാർക്ക് ലിസ്റ്റിലും സെക്കൻഡ് പൊസിഷനിൽ കെമിസ്ട്രിയുടെ മാർക്കായിരിക്കും. ഇങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ലൂപ്പ് ഇങ്ങനെ ഫുള്ള് കറങ്ങുമ്പോഴേക്കും നമ്മുടെ മാർക്ക് ലിസ്റ്റ് റെഡി ആയിണ്ടാവും വിത്ത് ദ ഇൻപുട്ട് ഫ്രം ദ യൂസർ. ഓക്കെ, ഇനി നമുക്ക് ഫെയിൽ കൗണ്ട് കണ്ടുപിടിക്കണം. നേരത്തെ അതേ ലോജിക്ക് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതാണ്. പക്ഷെ ഞാൻ ആ കോഡ് മുഴുവൻ ഇവിടെ എഴുതുന്നില്ല. അത് ഞാനൊരു ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫംഗ്ഷൻസിനെ കുറിച്ച് കൂടെ ഈ ഒരു പ്രോഗ്രാമിൽ പഠിക്കാം. ഞാൻ കുറച്ച് താഴേക്ക് വന്നിട്ട് ഇവിടെ പ്രൊസീജിയേഴ്സ് എന്നാണ് MIT ആപ്പ് ഇൻവെന്ററിലെ ഫംഗ്ഷനെ പറയാം. ഫംഗ്ഷന്റെ വേറൊരു പേരാണ്. ഓക്കെ, ഫംഗ്ഷൻ എന്താന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ പ്രൊസീജിയർ എന്താന്ന് ഞാൻ പറയാം. ഇവിടെ ഒരു പ്രൊസീജിയർ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിന് കൗണ്ട് ഫെയിലിയേഴ്സ് എന്ന് പേര് കൊടുക്കുക. ഓക്കെ, അതായത് ഫെയിലിയേഴ്സ് കൗണ്ട് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ആണിത്. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ആ കോഡ് മുഴുവൻ എഴുതുകയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ എങ്ങനെയാണ് മാർക്ക് ലിസ്റ്റ് നമുക്ക് കിട്ടി, ഈ മാർക്ക് ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് ഫെയിൽ കൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ള കോഡ് നമ്മൾ നേരത്തെ എഴുതുകയാണല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് എഴുതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺട്രോളിൽ പോയി ഫോർ ഈച്ച് നമ്പർ 1 to 5 എന്നിട്ട് അതിനകത്ത് ഒരു ഇഫ് ദെൻ. ഓക്കെ, എന്നിട്ട് ഈഫിനകത്ത് ഈ മാത്തിൽ വന്നിട്ട് നമ്മളുടെ ലെസ് ദാൻ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ലിസ്റ്റിന്ന് സെലക്ട് ഐറ്റം ഫ്രം ലിസ്റ്റിന്റെ പേര് നമ്മുടെ ഇവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇവിടെ ഇറക്കി വെക്കാം. ഓക്കെ, ഗെറ്റ് മാർക്ക് ലിസ്റ്റ് അല്ല, ഇതല്ലേ നമ്മുടെ ലിസ്റ്റിന്റെ പേര്. ഓഫ് ഇൻഡെക്സ് ഈ നമ്പർ. ഓക്കെ, ഈ നമ്പറിന് വരെ നമുക്ക് വേണമെങ്കിൽ ഇൻഡെക്സ് എന്ന് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് ഇതും തമ്മിൽ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ 1 to 5 വരെ ഓടും, ഇവിടെ വേറെ 1 to 5 മുതൽ പിന്നെയും ഓടും എന്നർത്ഥം. ഓക്കെ, എന്നിട്ട് ലെസ് ദാൻ നമുക്ക് 40 എന്ന് കൊടുക്കുക, അല്ല 50. എന്നിട്ട് ലെസ് ദാൻ 50 ആണെങ്കിൽ വേരിയബിളിൽ വന്നിട്ട് സെറ്റ്, നമ്മുടെ വേരിയബിളിന്റെ പേരെന്താണ്? ഫെയിൽ കൗണ്ട് അല്ലെ. സെറ്റ് ഫെയിൽ കൗണ്ട് ടു മാത്തിൽ വന്നിട്ട് പ്ലസ് അല്ലെ. എന്നിട്ട് വേരിയബിളിൽ വന്നിട്ട് ഗെറ്റ് ഫെയിൽ കൗണ്ട്, അതായത് സെറ്റ് ഫെയിൽ കൗണ്ട് ടു ഫെയിൽ കൗണ്ട് പ്ലസ് 1.
അപ്പൊ ഇത് മുഴുവൻ കറങ്ങുമ്പോഴേക്കും നമ്മുടെ ഫെയിൽ കൗണ്ട് വരും. എന്നിട്ട് നമ്മളുടെ ലേബലിന്റെ പേരെന്താണ്? ഫെയിൽ കൗണ്ട് ലേബൽ. എന്നിട്ട് സെറ്റ് ഫെയിൽ കൗണ്ട് ലേബൽ. ഇതിന്റെ താഴെ ലൂപ്പിന് പുറത്ത് ഹാസ് മാർജിൻസ് അല്ല, അതിന്റെ ടെക്സ്റ്റ് നമ്മളുടെ ഗെറ്റ് ഫെയിൽ കൗണ്ട് എന്നാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്യുമ്പോഴേക്കും ഈ ലൂപ്പ് നമ്മൾ മുന്നേ എഴുതിയതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർത്തത്. ഇത്രയും ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫെയിൽ കൗണ്ട് ഈ ഒരു ലേബലിൽ വരേണ്ടതാണ്. പക്ഷേ ഇത് സംഭവിക്കണമെങ്കിൽ ഇത് നമ്മളൊരു ആക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഇപ്പം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാർക്ക് ലിസ്റ്റ് റെഡി ആവും. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സിൽ പോയിട്ട് നോക്കൂ, കോൾ ഇവിടെ ഓൾറെഡി വന്നു നമ്മുടെ ഫംഗ്ഷന്റെ പേര്. അപ്പൊ കോൾ ഈ ലൂപ്പിന് പുറത്ത് കൗണ്ട് ഫെയിലിയേഴ്സ്. ഇപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലൂപ്പ് മുഴുവൻ കറങ്ങും. അത് കഴിഞ്ഞ് നമ്മുടെ മാർക്ക് ലിസ്റ്റ് റെഡി ആവും. അത് കഴിഞ്ഞിട്ട് ഈ കോൾ കൗണ്ട് ഫെയിലിയേഴ്സ് എന്നുള്ളത് ഈ ഒരു ബ്ലോക്കിനെ വിളിക്കും. എന്നിട്ട് ഈ ബ്ലോക്ക് മുഴുവൻ റൺ ആവും. അങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് വർക്ക് ആവുക, അല്ലെങ്കിൽ ഫങ്ഷൻസ് വർക്ക് ആവുക. ഇതിനൊരു പ്രൊസീജിയർ കോൾ അല്ലെങ്കിൽ ഫങ്ഷൻ കോൾ എന്നാണ് പറയുക. നമ്മൾ കോൾ ചെയ്യാണ് വേറൊരു ബ്ലോക്ക് ഓഫ് കോഡിന്. എന്നിട്ട് ആ ബ്ലോക്ക് റൺ ആയിട്ട് തിരിച്ച് കൺട്രോൾ ഇങ്ങോട്ട് തന്നെ വരും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ കോഡിൽ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കും. ഇങ്ങനെ വേറെ വേറെ ബ്ലോക്കായി എഴുതുമ്പോൾ നമ്മൾ കൃത്യമായ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കൗണ്ട് ഫെയിലിയേഴ്സ്. അപ്പൊ ഇവിടെ വന്ന് വേറൊരാൾ ഈ കോഡ് വായിച്ചു നോക്കുമ്പോൾ കൗണ്ട് ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫെയിലിയർ കൗണ്ട് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ ഇവിടെ വന്ന് നോക്കിയാൽ മതി. ഇവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ വലിയ കോഡൊക്കെ എഴുതുവാണെങ്കിൽ MIT ആപ്പ് ഇൻവെന്ററിലോ ഇനി പൈത്തണിലോ വേറെ ഏത് ലാംഗ്വേജിൽ എഴുതുമ്പോഴും ഫംഗ്ഷൻ ആക്കി തിരിക്കാൻ നോക്കുക, അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്രൊസീജിയേഴ്സ് ആയി സ്പ്ലിറ്റ് ആക്കാൻ നോക്കുക. അപ്പൊ നമ്മുടെ കോഡ് നീറ്റായി ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ വലിയൊരു ബ്ലോക്കായിട്ട് എഴുതുന്നതിനെക്കാട്ടിലും ചെറിയ ചെറിയ ബ്ലോക്കായിട്ട് അതിന് കൃത്യമായ പേരുകൾ കൊടുത്താൽ അവിടെ മാത്രം നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ആവറേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊസീജിയറും കൂടെ ഡിഫൈൻ ചെയ്യും. അപ്പൊ ആവറേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തണം, അല്ലെങ്കിൽ അത് പ്രിന്റ് ചെയ്യുന്ന രീതി മാറ്റണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷനകത്ത് പോയി മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ ഫംഗ്ഷൻ പ്രൊസീജിയർ എന്നുള്ളത് മാറി മാറി ഉപയോഗിക്കുക. പ്രൊസീജിയർ നമ്മൾ പൈത്തണിൽ വരുമ്പോൾ ഫംഗ്ഷൻ എന്നാണ് പറയാ. ഓക്കെ, അത് ആണ് കാര്യം. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ നമുക്കിനി ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ കൂടെ എഴുതാം. ആവറേജ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾക്ക് സം ഓഫ് ഈ 5 മാർക്ക് എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ നമുക്ക് ആവറേജ് കിട്ടും അല്ലെ. പെർസെന്റേജ് ആണെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം സമ്മ് വേണം, എന്നിട്ട് വേണം നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാൻ. അപ്പൊ ഈ ലിസ്റ്റിലെ ഓരോ എലമെന്റിനെയും സം ചെയ്യണം. അപ്പൊ വീണ്ടും നമ്മൾ ലൂപ്പ് ഉപയോഗിക്കേണ്ടി വരും. ഓരോ എലമെന്റ് ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് സം ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രൊസീജിയർ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, വീണ്ടും ഒരു പ്രൊസീജിയർ ഇവിടെ ഇടാം. ഓക്കെ, ഇത് കുറച്ച് മാറ്റി വയ്ക്കും. എന്നിട്ട് ഞാനൊരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാണ്. ഓക്കെ, ഇനീഷ്യലൈസ് ലോക്കൽ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ആണ് ഞാൻ ഇവിടെ ഇടുന്നത്. എന്താന്ന് ഞാൻ പറയാം. ഇത്രയും നേരം നമ്മൾ ഈ മേലെ ഇനീഷ്യലൈസ് ഗ്ലോബൽ ഫെയിൽ കൗണ്ട്, ഗ്ലോബൽ മാർക്ക് ലിസ്റ്റ് ഇങ്ങനെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞാനൊരു ലോക്കൽ ആയിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ലോക്കലും ഗ്ലോബലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇപ്പൊ പറയാം. ഓക്കെ, ഇപ്പൊ ലോക്കൽ ഇതിന്റെ പേര് സം എന്നാക്കുക ആയിക്കോട്ടെ. ഓക്കെ, ഇനീഷ്യലൈസ് സം ടു 0. ഓക്കെ, ഈ ലോക്കൽ വേരിയബിളിന്റെ അർത്ഥം ഈ വേരിയബിളിന്റെ വാല്യൂ ഈ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, ഈ ഒരു പ്രൊസീജിയർ, അതായത് ആവറേജ്, അതായത് ഫൈൻഡ് ആവറേജ് എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. ഫൈൻഡ് ആവറേജ്. ഈ ഫൈൻഡ് ആവറേജ് എന്നുള്ള ഈ പ്രൊസീജിയർ ബ്ലോക്കിനകത്ത് മാത്രമേ ഈ ഒരു വേരിയബിളിന്റെ വാല്യൂ വാലിഡ് ആയിരിക്കുള്ളൂ. നമ്മൾ ഇവിടെ എങ്ങാനും വന്നിട്ട് സെറ്റ് സം ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുത്താൽ അത് എറർ കാണിക്കും. പക്ഷെ നമുക്ക് എവിടെ വേണമെങ്കിലും സെറ്റ് ഗ്ലോബൽ ഫെയിൽ കൗണ്ട് ഈക്വൽ ടു എന്ന് എവിടെ വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, കാരണം അതൊരു ഗ്ലോബൽ വേരിയബിൾ ആണ്. ഈ ഒരു പ്രോജക്റ്റിൽ എവിടെ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. പക്ഷെ ലോക്കലായിട്ട് നമ്മളൊരു ബ്ലോക്കിനകത്തൊരു വേരിയബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമുക്ക് അതിന് പുറത്ത് എവിടെയും അതിന് ഒരു വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം. ലോക്കൽ ഇൻസൈഡ് ബ്ലോക്ക് മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. ഓക്കെ, പക്ഷെ പുറത്ത് അതിന് വാലിഡിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു വേരിയബിളും കൂടെ ആവറേജിന് വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്യാം. അത് നമുക്ക് ലോക്കലായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനീഷ്യലൈസ് അതിനകത്ത് തന്നെ കൊടുക്കുകയാണ് ഞാൻ ആവറേജ് ടു 0 എന്ന് തന്നെ കൊടുക്കുക. ഓക്കെ,
അപ്പൊ തുടങ്ങുമ്പോൾ നമ്മളുടെ സമ്മും ആവറേജും 0 ആണ്. ഇനി ഇത് രണ്ടും കണ്ടുപിടിക്കാനുള്ള ലൂപ്പ് ഞാൻ എഴുതാൻ പോവാണ്. ലൂപ്പ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം എങ്ങനെയായിരിക്കും ഈ ലൂപ്പ് വർക്ക് ചെയ്യാന്ന്. ഫോർ ഈച്ച് നമ്പർ ഫ്രം 1 to 5 by 1, 1, 2, 3, 4, 5 എന്നുള്ള വാല്യൂസ് ഈ നമ്പറിൽ വരും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ എഴുതിയിട്ട് പറയാം. സെറ്റ്, ഓക്കെ, എന്നിട്ട് ഗ്ലോബൽ അല്ല സം, കണ്ടോ ഇതിനൊക്കെ പേര് നോക്കൂ. സം, ആവറേജ്, അതുപോലെ നമ്പർ, നമ്മുടെ ലൂപ്പിന് ഉപയോഗിക്കുന്ന നമ്പർ, ഇതും ലോക്കൽ ആയിട്ടുള്ള സംഗതിയാണ്. ഈ നമ്പറും ഇവിടെ ഒരു നമ്പർ ഉണ്ടല്ലോ, ഇത് രണ്ടും വേറെ വേറെ വേരിയബിൾസ് ആണ്. കാരണം ഇത് ഇവിടെ ലോക്കൽ ആണ്, ഈ ഒരു നമ്പർ എന്നുള്ള വേരിയബിൾ ഈ ഒരു ബ്ലോക്കിൽ ലോക്കൽ ആണ്. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ആ പേര് ഉപയോഗിക്കാൻ പറ്റുന്നത്, വാല്യൂസ് മാറാണ്ട്. ഓക്കെ, അപ്പൊ സെറ്റ് സം ടു, എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഒരു മാത്തില് പ്ലസ് എടുത്ത് ഇവിടെ ഇടാം. എന്നിട്ട് നമ്മുടെ ലിസ്റ്റിൽ പോയിട്ട് സെലക്ട് ഐറ്റം ഫ്രം ലിസ്റ്റ് എന്നുള്ളത് ഇവിടെ ഇട്ടിട്ട്, ഓക്കെ, ഓക്കെ, ഞാനിത് കുറച്ച് താഴേക്ക് ഇടാം, കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, അത് മാത്രമായിട്ട്. ഓക്കെ, ഓക്കെ, ഫോർ ഈച്ച് നമ്പർ 1 to 5 സെറ്റ് സം ടു സെലക്ട് ഐറ്റം ഫ്രം ലിസ്റ്റ്. എന്നിട്ട് ഏത് ലിസ്റ്റ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്? നമ്മളുടെ ഗ്ലോബൽ മാർക്ക് ലിസ്റ്റ്. വേരിയബിൾസിൽ പോയിട്ട് ലിസ്റ്റ് ഏതാണ്? ലിസ്റ്റ് ഏതാ നമുക്ക് കൊടുക്കാം? ഗ്ലോബൽ മാർക്ക് ലിസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇൻഡെക്സ് നമ്പർ എന്താന്ന് ഞാൻ പറയാം. ഓക്കെ, ഇൻഡെക്സ് നമ്പർ, ഓക്കെ, പ്ലസ് ഗെറ്റ് സം, ഈ സം വാല്യൂ തന്നെ. ഓക്കെ, ഇപ്പൊ ഞാൻ എന്താന്ന് പറയാം. അതായത് സമ്മും ആവറേജ് നമ്മൾ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി ഫോർ ഈച്ച് നമ്പർ ഫ്രം 1 to 5 by 1, അതായത് നമ്പറിന്റെ വാല്യൂ 1, 2, 3, 4, 5 എന്ന് എടുക്കുക. എന്നിട്ട് ഈ ഓരോ പ്രാവശ്യവും നമ്മൾ സമ്മിന്റെ വാല്യൂ സെറ്റ് ചെയ്യണം. എങ്ങനെയാ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ മാർക്ക് ലിസ്റ്റിലെ ഗെറ്റ് നമ്പർ ഇൻഡെക്സിലുള്ള വാല്യൂ എടുക്കും. ഓക്കെ, ആദ്യ നമ്പർ എന്താണ്? 1 ആണ്. അപ്പൊ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ ആദ്യം എടുക്കും. അതായത് 90, മുന്നത്തെ എക്സാമ്പിൾ പ്രകാരം 90 ആണ് യൂസർ എൻ്റർ ചെയ്തെങ്കിൽ ഫിസിക്സിന്റെ മാർക്ക് എടുക്കും. എന്നിട്ട് അത് സമ്മിന്റെ കൂടെ ആഡ് ചെയ്യും. സം എന്താണ്? 0 ആണ് ഇനീഷ്യലി. അപ്പൊ 0 പ്ലസ് ഫിസിക്സിന്റെ മാർക്ക് സമ്മിൽ വരും. ഇനി രണ്ടാമത്തെ പ്രാവശ്യം ലൂപ്പ് കറങ്ങുമ്പോൾ നമ്പറിന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ സെക്കൻഡ് ഇൻഡെക്സിലുള്ള വാല്യൂ മാർക്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കും. അതായത് കെമിസ്ട്രിയുടെ മാർക്ക് വീണ്ടും സമ്മുമായിട്ട് കൂട്ടും. സമ്മിൽ അപ്പൊ ഓൾറെഡി എന്താ ഉള്ളത്? ഫിസിക്സിന്റെ മാർക്ക് ഉണ്ട് മുന്നത്തെ ലൂപ്പെന്ന് അല്ലെ. ഫിസിക്സിന്റെ മാർക്കും കെമിസ്ട്രിയുടെ മാർക്കും കൂടെ കൂട്ടിയിട്ട് ഒരു മാർക്ക് സമ്മിൽ സെറ്റ് ആക്കും. മൂന്നാമത്തെ പ്രാവശ്യം ഇതാവുമ്പോ നമ്പർ എന്താണ്? 3 ആണ്. ഓക്കെ, അപ്പൊ തേർഡ് പൊസിഷനിൽ മാത്സിന്റെ മാർക്ക് ഉണ്ടാവും മാർക്ക് ലിസ്റ്റിൽ. മാത്സിന്റെ മാർക്ക് ആരുടെ കൂടെയാണ് നമ്മൾ കൂട്ടുക? ഫിസിക്സും കെമിസ്ട്രി മാർക്ക് ഓൾറെഡി ആഡ് ചെയ്തിട്ടായിരിക്കും സമ്മിന്റെ വാല്യൂ ഇപ്പൊ ഉള്ളത്. അതിന്റെ കൂടെ ഈ മാത്സും കൂടെ കൂട്ടും. അപ്പൊ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും കൂടെ ഉള്ള ഒരു വാല്യൂ സമ്മിന്റെ പുതിയ വാല്യൂ. പിന്നെയും കൂടുമ്പോൾ ഇംഗ്ലീഷിന്റെ വാല്യൂ എടുക്കുന്നു. സമ്മിന്റെ വാല്യൂയിൽ എന്തുണ്ട്? ഫിസിക്സ് കെമിസ്ട്രി മാത്സ് സം ചെയ്തതുണ്ട്. അതിന്റെ കൂടെ ഇംഗ്ലീഷും കൂടുന്നു. പിന്നെ മലയാളം എടുക്കുന്നു. മലയാളം ഈ 3, 4 വാല്യൂവിന്റെ കൂടെയും കൂടുന്നു. അങ്ങനെ നമ്മുടെ 5 വാല്യൂ കൂടെ കൂട്ടിയിട്ട് ഈ സമ്മില് വരേണ്ടതാണ് അല്ലെ. അങ്ങനെയാണ് ഈ സെറ്റ് സം ടു സെലക്ട് ഐറ്റം ഫ്രം. കണ്ടോ, ഈ ഒരു ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അതായത് സെലക്ട് ഐറ്റം ഫ്രം ലിസ്റ്റ്, ഇന്ന മാർക്ക് ലിസ്റ്റ് ഇന്ന നമ്പറിലത് ഓരോന്നായിട്ട് എടുത്തിട്ട് പഴയ സമ്മിന്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയാണ് സം ഓഫ് എലമെന്റ്സ് ഇൻ എ ലിസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്ത് ഈ ലൂപ്പ് മുഴുവൻ തീരുമ്പോഴേക്കും സമ്മിൽ നമുക്ക് നമ്മുടെ സം ഓഫ് വാല്യൂസ് കിട്ടിയിരിക്കും. ഇനി നമുക്ക് ആവറേജ് നേരിട്ട് കണ്ടുപിടിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വേരിയബിൾസിൽ പോയിട്ട് സെറ്റ്, ഈ ലൂപ്പിന് പുറത്ത് കേട്ടോ, ലൂപ്പിന് പുറത്ത് വന്നിട്ട് സെറ്റ് ആവറേജ്, എന്നിട്ട് മാത്തിൽ പോയിട്ട് ഞാൻ ചെയ്തിട്ട് പറയാം, ഡിവിഷൻ എടുത്ത് ഇവിടെ ഇടാം. ഓക്കെ, എന്നിട്ട് ഈ സം ഉണ്ടല്ലോ, ഗെറ്റ് സം ആൻഡ് ഡിവൈഡ് ബൈ നമ്പർ എടുത്ത് ഇവിടെ ഇടാം. ഓക്കെ, ഡിവൈഡ് ബൈ 5. ഓക്കെ, അതായത് സം ഡിവൈഡഡ് ബൈ 5 ആവറേജ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ,
അപ്പൊ നമ്മുടെ സമ്മും ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്കിത് ഡിസ്പ്ലേ ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യുക? ലേബിൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലേബലിന്റെ പേരെന്താണ്? കുറച്ച് താഴേക്ക് വന്നാല് ആക്ച്വൽ ആവറേജ് ലേബൽ. അപ്പം സെറ്റ് ആക്ച്വൽ ആവറേജ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത് മാറ്റിയിട്ട് ടെക്സ്റ്റ് എടുത്തിട്ട് എല്ലാത്തിൻ്റെയും പുറത്ത് കേട്ടോ, ഈ ആവറേജിന്റെ തൊട്ട് താഴെ ഇടണം. എന്നിട്ട് അതില് നമ്മുടെ പുതിയ ആവറേജ് ഇടും. ഓക്കെ, റൈറ്റ്. ഇനി നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഫൈൻഡ് ആവറേജ് എന്നുള്ള ഫംഗ്ഷനും നമ്മൾ ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കൗണ്ട് ഫെയിലിയേഴ്സ് കൗണ്ട് ചെയ്ത് അവിടെ ഡിസ്പ്ലേ ആക്കും. അതേപോലെ തന്നെ ഫൈൻഡ് ആവറേജ് എന്നുള്ള ഫംഗ്ഷനെയും നമ്മൾ വിളിക്കണം. അപ്പൊ പ്രൊസീജിയേഴ്സിൽ വന്നിട്ട് കോൾ ഫൈൻഡ് ആവറേജ്, രണ്ടുപേരെയും കോൾ ചെയ്യുക സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് രണ്ട് ഫംഗ്ഷൻസ് വൃത്തിയായിട്ടുണ്ട്. അപ്പൊ ഫൈൻഡ് ആവറേജിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇതെല്ലാം കൂടെ ഒരു ബ്ലോക്കിലാണ് ഇട്ടതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് കണ്ടുപിടിക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് ഫംഗ്ഷനായിട്ട് ഒരു പ്രോഗ്രാം തിരിക്കുന്നതിന്റെ ഗുണം. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം മൊബൈലില്. ഓക്കെ, അപ്പൊ കണക്ട് കമ്പാനിയൻ ചെയ്യാണ് ഞാൻ. ഇനി 56, 76, 45, 66, 12 രണ്ട് സബ്ജക്റ്റ് ഫെയിലാണ്. ആവറേജ് 51 എന്ന് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ശരിയായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, സം എത്രയാന്ന് ഡിസ്പ്ലേ ചെയ്താലേ നമുക്ക് അറിയുള്ളൂ. അപ്പോ അത് നിങ്ങൾ ചെയ്ത് നോക്കുക, ശരിയാവാനാണ് വഴി. ഓക്കെ, ആവറേജ് 51 എന്ന് വരുന്നുണ്ട്. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് എല്ലാം ആഡ് ചെയ്യാം. പെർസെൻറ്റേജ് ആഡ് ചെയ്യണമെങ്കിൽ എളുപ്പമാണ്. അതായത് ഈ ഗെറ്റ് ആവറേജ് ഡിസ്പ്ലേ ചെയ്യില്ലേ, ഡിസ്പ്ലേ ചെയ്യുന്ന അവിടെ ഒന്ന് മാറ്റിയിട്ട് ടെക്സ്റ്റിൽ പോയിട്ട് ഇവിടെ ജോയിൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് രണ്ട് ടെക്സ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ആവറേജ് ഡിസ്പ്ലേ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടെക്സ്റ്റ്. ഓക്കെ, അത് ഇവിടെ പെർസെൻറ്റേജ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് പെർസെൻറ്റേജ് എന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന പോലെ. ഇപ്പോൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം 90 എന്ന് കൊടുക്കാം. ഓക്കെ, 90, 90, 90, 90, 98 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം 91% ആണ് ആവറേജ്, 0.6% എന്ന് വരുന്നുണ്ട്. ഓക്കെ, ഫെയിൽഡ് 0. റൈറ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ലിസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പ്രോഗ്രാമിൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ നിങ്ങൾക്ക് ഇനി ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നല്ല ആപ്പുകളെല്ലാം ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത ലെസണിൽ കാണാം.